US ഓരോ സൂപ്പർ മാർക്കറ്റിൽ സ്പെഷ്യൽ ഏരിയ ഉണ്ട്, അതിന് വേറെ ഏരിയ വെച്ചേക്കും. അതും പിന്നെ ഓർഗാനിക് എന്ന് പറയാം. കുറച്ചുകൂടെ കംപ്ലീറ്റ്ലി അഴിച്ചു വിടുകയാണ്. നമ്മൾ കെട്ടിയിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓർഗാനിക്കാണ് എന്ന് പറയുന്ന അതിനകത്ത് ഒരു പരിധി കൂടുതൽ അതിനകത്ത് ഇതില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു അഡ്വക്കേറ്റ് പുള്ളി US പോകുന്നത്, പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ 800 ഏക്കർ ഫാമിനകത്ത് പശുവിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുക. മീറ്റിന് വേണ്ടി മാത്രമാണ്, ഇറച്ചിക്ക് വേണ്ടി മാത്രം, കറക്കാൻ വേണ്ടിയല്ല. കംപ്ലീറ്റ് അഴിച്ചു വിട്ട് 800 ഏക്കറിനകത്തേക്ക് അഴിച്ചു വിട്ടിട്ട് അവിടെയൊക്കെ അതിൻ്റെ മീറ്റിനൊക്കെ സ്പെഷ്യൽ വിലയാണ്. അഴിഞ്ഞ് നടന്ന് ആഹാരം കഴിക്കുന്ന സാധനത്തിന് സ്വാഭാവികമായിട്ട് അതിന് ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരിക്കും. നമ്മളൊരു എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ മാത്രം കൊടുക്കുന്ന ഒരു കോഴിയുടെ മുട്ട കഴിച്ചാൽ നമ്മൾ കോഴിമുട്ടയാണെന്ന് പറഞ്ഞ് കഴിക്കുന്നതല്ലാതെ അഴിച്ചുവിട്ട് ഫാമിൽ അഴിച്ചുവിടുന്ന സാധനത്തിന്, കാരണം അതിന് വേണ്ട നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിനകത്തുള്ള പോഷകങ്ങൾ മാത്രമല്ലേ അതിന് കിട്ടുന്നുള്ളൂ. മറ്റേ അഴിച്ചു വിടുമ്പോഴത്തേന് അതിന് വേണ്ട പുല്ലും അതിന് പോഷകമുള്ള കല്ലും പുല്ലും എല്ലാം കഴിച്ച് വളരുന്ന, അതാണ് ഓർഗാനിക്കലി ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഗ്രോൺ എന്ന് പറയുന്നത്. അതിന് സ്പെഷ്യൽ റേറ്റാണ്. US ഓരോ സൂപ്പർ മാർക്കറ്റിൽ സ്പെഷ്യൽ ഏരിയ ഉണ്ട്, അതിന് വേറെ ഏരിയ വെച്ചേക്കും. അതും പിന്നെ ഓർഗാനിക് എന്ന് പറയാം. കുറച്ചുകൂടെ കംപ്ലീറ്റ്ലി അഴിച്ചു വിടുകയാണ്. നമ്മൾ കെട്ടിയിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓർഗാനിക്കാണ് എന്ന് പറയുന്ന അതിനകത്ത് ഒരു പരിധി കൂടുതൽ അതിനകത്ത് ഇതില്ല.